കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിർമ്മാണം പൂർത്തിയായിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും തിരുവില്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരത്തിൽ നാളെ ഇതുവരെയായി ഒരു അതിഥി പോലും എത്തിയിട്ടില്ല. ജനൽ ചില്ലുകൾ തകർന്ന സീലിംഗ് അടർന്നു വീണും ശോചനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ഈ കെട്ടിടം. തിരുവില്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരം പണി പൂർത്തിയായി 20 വർഷം പിന്നിട്ടെങ്കിലും നാളിതുവരെ ഒരു അതിഥി പോലും അന്തേവാസി ആയില്ലെന്ന പ്രത്യേകതയുമായി നിലകൊള്ളുകയാണ്. 10 മഹാക്ഷേത്രങ്ങളിലൊന്നായ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ അതിഥി മന്ദിരം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനത്തിലെ ഈ അതിഥി മന്ദിരം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്ര ദർശനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി തിരുവില്ലാമലയ്ക്ക് പുറമേ നിന്നും വരുന്നവർക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ഈ കെട്ടിടം ഇന്ന് നാശത്തിന്റെ വക്കിലുമാണ്. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നും സീലിംഗ് അടർന്നു വീണും ശോചനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വില്വാദ്രിനാഥ ഏകാദശി മഹോത്സവത്തിന് മുന്നോടിയായെങ്കിലും ഈ അതിഥി മന്ദിരം തുറന്നു നൽകണമെന്ന് പൊതുപ്രവർത്തകയായ ഷീല പണിക്കർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിരുവല്ലാമല പഞ്ചായത്തിലുള്ള ഒരു അതിഥി മന്ദിരത്തിന്റെ മുന്നിലാണ്. നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരം 2 പതിറ്റാണ്ടായി ഇത് പണി കഴിപ്പിച്ചിട്ട് നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരത്തിന് ഒരു അതിഥിയെ പോലും ആതിഥ്യമരുളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് PWD തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത്, കേരള സർക്കാർ എല്ലാവരും സംയുക്തമായി പണി കഴിപ്പിച്ച ഒരു അതിഥി മന്ദിരമാണ്. അത് ഇവിടെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു ക്ഷേത്രമാണ് ഷിർദി സായിബാബ. ഇതിൻ്റെ തൊട്ടടുത്താണ് പറക്കോട്ടുകാവ്, തിരുവല്ലാമല ക്ഷേത്രം, ഐവർ മഠം, എല്ലാ അമ്പലങ്ങളും സമുച്ചയമായി ഇവിടെ ഉള്ളപ്പോൾ ഒരു അതിഥിക്ക് താമസിക്കാൻ പോലും പറ്റാതെ 20 വർഷക്കാലമായി ഇത് ശോചനീയാവസ്ഥയിലാണ്. അപ്പോൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്.